എല്ലാവർക്കും സ്ട്രോബെറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ സ്വീഡനിൽ നിന്ന് പോയ ഒരു 1 വീക്ക് ട്രിപ്പിനെ പറ്റിയാണ്. ജർമ്മനി, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. മെയ് 4, 2024 ശനിയാഴ്ചയാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 2 ഫാമിലീസാണ് ട്രിപ്പ് പോയത്. ഒരു 8 സീറ്റർ കാറ് റെൻറ്റ് ചെയ്തിരുന്നു. യൂറോപ്പ് കാർ എന്ന കാർ റെൻ്റൽ ഏജൻസിയിൽ നിന്നാണ് കാറ് റെൻറ്റ് ചെയ്തത്. മെയ് 4 രാവിലെ 6 മണിക്ക് സൗത്ത് സ്വീഡനിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രെല്ലിബോറി എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. ട്രെല്ലിബോറിയിൽ നിന്ന് ഫെറിയിലാണ് ഞങ്ങൾ ജർമ്മനിയിലേക്ക് പോയത്. കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഫെറിയിൽ ബുക്ക് ചെയ്തിരുന്ന റൂമിലേക്ക് പോയി. രാവിലെ 7:30ക്കാണ് ട്രെല്ലിബോറിയിലെ പോർട്ടിൽ നിന്ന് ഫെറി സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ഞങ്ങൾക്ക് ഫെറിയിൽ കിട്ടിയ റൂം. 4 ബെഡാണ് ഉണ്ടായിരുന്നത്. താഴെ 2 ബെഡും മേളിൽ 2 ബെഡുമാണ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1:30ക്ക് ഞങ്ങൾ ജർമ്മനിയിലെ റോസ്റ്റോക്കിലുള്ള പോർട്ടിലെത്തി. ലഞ്ച് ഞങ്ങൾ പാക്ക് ചെയ്ത് എടുത്തിരുന്നു. ഫെറിയിൽ വെച്ച് തന്നെ ലഞ്ചൊക്കെ കഴിച്ചിരുന്നു. റോസ്റ്റോക്കിലെത്തിയിട്ട് ഞങ്ങൾ കാറിൽ ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിലേക്ക് പോയി. ഏകദേശം 2.5-3 മണിക്കൂർ എടുത്തു ഞങ്ങൾക്ക് ബെർലിനിലെത്താൻ വേണ്ടി. ആദ്യം പോയത് ബെർലിൻ വാൾ കാണാൻ വേണ്ടിയായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റിലായി ബെർലിൻ വാൾ മെമ്മോറിയൽ മ്യൂസിയം ഉണ്ട്. ബെർലിൻ വാളിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ പറ്റുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ ഉണ്ട്. ആ മ്യൂസിയത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ബെർലിൻ വാളിൻ്റെ ഒരു ക്ലിയർ വ്യൂ കാണാൻ സാധിക്കും. ബെർലിൻ വാൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ബെർലിൻ കത്തീഡ്രൽ കാണാൻ പോയി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും കത്തീഡ്രൽ അടച്ചിരുന്നു. അത് കാരണം കത്തീഡ്രലിൻ്റെ ഉള്ളിൽ കയറാൻ സാധിച്ചില്ല. പിന്നീട് ബെർലിൻ TV ടവർ കാണാൻ പോയി. അതിൻ്റെ മുകളിൽ ഞങ്ങൾ കയറിയില്ല. പരിസരത്തുകൂടെയൊക്കെ നടന്നു കണ്ടു. അത് കഴിഞ്ഞ് മുംബൈ ലോക്കൽ എന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് സ്റ്റേ ബുക്ക് ചെയ്തിരുന്ന മേനിങ്ങർ ഹോട്ടൽ ബെർലിൻ എയർപോർട്ടിലേക്ക് പോയി. ഹോട്ടലിലെത്തുമ്പോഴേക്കും രാത്രി 11 മണി ആയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം, അതായത് മെയ് 5 ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളൊരു 1 അവർ ഗൈഡഡ് ബോട്ട് ടൂറിന് പോയി. ബെർലിനിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസൊക്കെ ആ ബോട്ട് ടൂറിൽ കാണാൻ സാധിച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ബോട്ട് ട്രിപ്പിന് ശേഷം വിക്ടറി കോളം കാണാൻ പോയി. ബെർലിനിലെ വൺ ഓഫ് ദ ഫേമസ് ലാൻഡ്മാർക്കാണ് വിക്ടറി കോളം. പിന്നീട് ബ്രാൻഡൻബർഗ് ഗേറ്റ് കാണാൻ പോയി. അത് കഴിഞ്ഞ് മോൾ ഓഫ് ബെർലിനിലേക്കാണ് ഞങ്ങൾ പോയത്. അതൊരു ഷോപ്പിംഗ് മോളാണ്. ഞായറാഴ്ച ആയതിനാൽ അത് ക്ലോസ്ഡ് ആയിരുന്നു. മോൾ ഓഫ് ബെർലിൻ്റെ തൊട്ടടുത്തുള്ള പെക്കിംഗ് എൻ്റെ എന്ന ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അവിടുത്തെ ഫുഡ് വളരെ നല്ലതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബെർലിനിൽ നിന്ന് വേറൊരു ജർമ്മൻ സിറ്റിയായ മ്യൂണിക്കിലേക്ക് പോയി. അന്ന് രാത്രി സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത് മ്യൂണിക്കിലായിരുന്നു. ഏകദേശം 6 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം മ്യൂണിക്കിൽ എത്താൻ വേണ്ടി. ഞങ്ങൾ ഇടയ്ക്ക് കോഫി ബ്രേക്കൊക്കെ എടുത്ത് രാത്രി 8:30 ആയപ്പോഴേക്കും ന്യൂൺബർഗ് എന്ന സിറ്റിയിലെത്തി. അവിടുത്തെ ഒരു ശ്രീലങ്കൻ റെസ്റ്റോറൻ്റായ കൊളംബോ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഡിന്നർ കഴിച്ചു. അവിടുത്തെ ഫുഡും വളരെ നല്ലതായിരുന്നു. അവിടുന്ന് വീണ്ടും 2 മണിക്കൂർ കൂടി എടുത്തു മ്യൂണിക്കിലെത്താൻ. രാത്രി 12 മണി ആയപ്പോഴേക്കും സ്റ്റേ ബുക്ക് ചെയ്തിരുന്ന നോവോട്ടൽ സ്യൂട്ട്സിൽ എത്തി. അടുത്ത ദിവസം, അതായത് മെയ് 6 തിങ്കളാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 9:30 ആയപ്പോഴേക്കും മ്യൂണിക്കിൽ നിന്ന് ഓസ്ട്രിയയിലേക്ക് യാത്ര തിരിച്ചു. ഓസ്ട്രിയയിലെ സാൽസ്ബർഗ് എന്ന സിറ്റിയിലോട്ടാണ് ഞങ്ങൾ പോയത്. വളരെ പ്രശസ്തനായ മ്യൂസീഷ്യൻ മൊസാർട്ടിൻ്റെ ജന്മദേശമാണ് സാൽസ്ബർഗ്. 1.5 മണിക്കൂറിൽ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ഓസ്ട്രിയയിലെ സാൽസ്ബർഗിൽ എത്തി. 11 മണി ആയപ്പോഴേക്കുമാണ് അവിടെ എത്തിയത്. ഞങ്ങൾ നേരെ പോയത് ഉണ്ടേഴ്സ്ബർഗ് മൗണ്ടൻ കാണാനായിട്ടാണ്. അവിടെ ബേസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെൻറ്ററിൽ നിന്നും 48 മണിക്കൂർ വാലിഡായിട്ടുള്ള സാൽസ്ബർഗ് കാർഡ് എടുത്തു. പിന്നീട് കേബിൾ കാറിൽ ഉണ്ടേഴ്സ്ബർഗ് മൗണ്ടനിലേക്ക് പോയി. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ.
2 മണിക്കൂർ അവിടെയെല്ലാം നടന്ന് കണ്ടു. അതിനുശേഷം കേബിൾ കാറിൽ തിരിച്ചു പോരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ എത്തിയതിന് ശേഷം അവിടെ അടുത്തുള്ള മക്ഡൊണാൾഡ്സിൽ നിന്ന് ലഞ്ച് കഴിച്ചു. പിന്നീട് പോയത് സാൽസാക് റിവർ കാണാൻ വേണ്ടിയാണ്. അവിടെ ഒരു ക്രൂയിസ് ട്രിപ്പിന് പോയി. സാൽസാക് റിവറിൻ്റെ പരിസരങ്ങളിലുള്ള അട്രാക്ഷൻസൊക്കെ ആ ക്രൂയിസ് ട്രിപ്പിൽ കാണാൻ സാധിച്ചു. അതിനുശേഷം സാൽസ്ബർഗിലെ ഫേമസ് ഷോപ്പിംഗ് സ്ട്രീറ്റായ ഗെട്രഡ് ഗസയിൽ കുറച്ചു നേരം നടന്നു കണ്ടു. പിന്നീട് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ താമസം ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾ രാവിലെ ഓസ്ട്രിയയിൽ എത്തിയപ്പോൾ തന്നെ അതിൻ്റെ ഓണറിനെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. വൈകിട്ട് വരാൻ ലേറ്റ് ആകും എന്ന് പറയാൻ വേണ്ടിയായിരുന്നു അത്. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ കീ അവിടെ ലോക്കറിൽ വെക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. അവർ കീ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ ലോക്കുള്ള ലോക്കറിൽ വെച്ചിരുന്നു. ലോക്കറിൻ്റെ കോഡും പറഞ്ഞു തന്നിരുന്നു. ഞങ്ങളൊരു രാത്രി 7:30 ആയപ്പോഴേക്കും റിസോർട്ടിലെത്തി ലോക്കറിൽ നിന്ന് കീ ഒക്കെ എടുത്ത് അകത്ത് കയറി. അന്ന് ഞങ്ങൾ അവിടെ എത്തി ഡിന്നറൊക്കെ എല്ലാവരോടും കുക്ക് ചെയ്ത് കഴിച്ചു. ഇതാണ് ആ റിസോർട്ട്. വളരെ സ്പേഷ്യസും നീറ്റ് ആൻഡ് ക്ലീനുമായിട്ടുള്ളൊരു സ്ഥലമാണ് ആൽപ്പൻ റോക്ക്. 2 ഫ്ലോറാണ് ഉണ്ടായിരുന്നത്. താഴത്തെ നിലയിൽ 3 ബെഡ്റൂമും 2 വാഷ്റൂമുമാണ് ഉണ്ടായിരുന്നത്. മുകളിലത്തെ നിലയിൽ കിച്ചൺ, ലിവിങ് റൂം, പിന്നെ ഒരു ബെഡ്റൂമും ഒരു വാഷ്റൂമും ഉണ്ട്. അതിൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ കാണുന്നത് ആൽപ്സ് പർവ്വതനിരകളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പർവ്വതങ്ങളൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാം. പിറ്റേ ദിവസം രാവിലെ, അതായത് മെയ് 7 ചൊവ്വാഴ്ച, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 10 മണി ആയപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും സാൽസ്ബർഗിലേക്ക് പോയി. അന്ന് ഞങ്ങൾ നേരെ പോയത് ഹോഹൻസാൽസ്ബർഗ് ഫോർട്രസ് കാണാൻ വേണ്ടിയാണ്. 11:30 ആയപ്പോഴേക്കും സാൽസ്ബർഗിൽ എത്തി. യൂറോപ്പിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ് ഹോഹൻസാൽസ്ബർഗ് ഫോർട്രസ്. ഫ്യൂനിക്കുലർ റെയിൽവേയിലാണ് ഞങ്ങൾ മുകളിലോട്ട് പോയത്. ആ കോട്ടയുടെ ഉള്ളിൽ തന്നെ ഫോർട്രസ് മ്യൂസിയം, റെയ്നർ റെജിമെൻറ്റ് മ്യൂസിയം, മാരിയനെറ്റ് മ്യൂസിയം എന്നീ മ്യൂസിയങ്ങൾ ഉണ്ട്. ഈ കോട്ടയുടെ ഏറ്റവും മുകളിലെത്തിയാൽ സാൽസ്ബർഗിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ കാണാൻ സാധിക്കുന്നതാണ്. കോട്ടയുടെ ഉള്ളിൽ തന്നെ ഒരു പള്ളിയുണ്ട്. സെയിൻറ്റ് ജോർജ് ചർച്ച് എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾ 2.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഫ്യൂനിക്കുലർ റെയിൽവേയിൽ തിരിച്ച് താഴെ എത്തി. അവിടെയുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചിന് ശേഷം ഞങ്ങൾ പോയത് ഹോസ് ദെർ നറ്റൂർ എന്ന സയൻസ് ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലോട്ടാണ്. അത് 8 നിലകളിലായി 2 ബിൽഡിങ്ങുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അക്വേറിയം, റെപ്റ്റൈൽ സൂ, ഹ്യൂമൻ ഇവല്യൂഷൻ, ഐസ് ഏജ്, യൂണിവേഴ്സ് എന്നിങ്ങനെ ഒരുപാട് എക്സിബിഷൻസ് ഉണ്ട്. 3 മണിക്കൂറെങ്കിലും വേണം അത് മുഴുവൻ നടന്ന് കാണാൻ വേണ്ടി. 5 മണിയായപ്പോഴേക്കും മ്യൂസിയം അടച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോയി. ഈ മ്യൂസിയത്തിൻ്റെയും ഫോർട്രസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. പിറ്റേന്ന് മെയ് 8 ബുധനാഴ്ച ഞങ്ങൾ പോകുന്നത് ഹാൽസ്റ്റാറ്റ് എന്ന വളരെ പ്രകൃതിരമണീയമായ ഒരു ഓസ്ട്രിയൻ ഗ്രാമത്തിലോട്ടാണ്. ഹോൾസ്റ്റാറ്റിൽ ഞങ്ങൾ ആദ്യം പോയത് ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സോൾട്ട് മൈനായ സാൽസ്വെൽറ്റനിലോട്ടാണ്. 7000 വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ആദ്യമായി ഉപ്പ് ഖനനം ചെയ്തു തുടങ്ങിയത്. ഫ്യൂനിക്കുലർ റെയിൽവേയിലാണ് സോൾട്ട് മൈനിലേക്ക് പോയത്. അവിടെ ഇറങ്ങി കുറച്ച് ദൂരം മുന്നോട്ട് നടക്കണം. അവിടെ എത്തുമ്പോൾ നമ്മുടെ ഡ്രസ്സിന് മുകളിലായി ധരിക്കാൻ അവരൊരു ഡ്രസ്സ് തരും. 90 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഗൈഡഡ് ടൂറാണ് അവിടെ ഉള്ളത്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 400 മീറ്റർ താഴോട്ട് നമ്മളെ ഈ ഗൈഡഡ് ടൂറിൽ കൊണ്ടുപോകും. നമ്മുടെ ഗൈഡ് ജർമ്മൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സോൾട്ട് എങ്ങനെയാണ് ഉണ്ടായതെന്നും എങ്ങനെയാണ് സോൾട്ട് ഫോം ചെയ്യുന്നതെന്നും ഒക്കെ അവർ വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. 3000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു വുഡൻ സ്റ്റെയർ കേസും അവിടെ കാണാൻ സാധിച്ചു. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്.
സോൾട്ട് മൈനിൻ്റെ തൊട്ടടുത്തായി ഹാൽസ്റ്റാറ്റ് സ്കൈ വാക്ക് ഉണ്ട്. അവിടെ നിന്നാൽ ഹാൽസ്റ്റാറ്റിൻ്റെ ഒരു പനോരമിക് വ്യൂ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ എടുത്തു സോൾട്ട് മൈനും സ്കൈ വാക്കും ഒക്കെ കാണാൻ വേണ്ടി. അതിനുശേഷം ഫിനീക്കുലാർ റെയിൽവേയിൽ താഴെ എത്തി. പിന്നീട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഹാൽസ്റ്റാറ്റ് ലേക്കിൻ്റെ പരിസരത്തുകൂടെയൊക്കെ നടന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൽ പോയി. പോകുന്ന വഴിക്ക് മനോഹരമായ ചില കാഴ്ചകളുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇറങ്ങി കണ്ടിരുന്നു. പിറ്റേ ദിവസം മെയ് 9 ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോൻ അപ്പോസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ റിസോർട്ടിൽ വെച്ച് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വീടൊക്കെ ക്ലീൻ ചെയ്ത് കീയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് സ്വീഡനിലോട്ടുള്ള യാത്ര ആരംഭിച്ചു. രാവിലെ 10 മണിക്കാണ് ഷ്ലാഡ്മിങ്ങിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടത്. നേരെ പോയത് ബെർലിനിലോട്ടാണ്. 8.5 മണിക്കൂർ എടുക്കും ബെർലിനിലെത്താൻ വേണ്ടി. ഞങ്ങൾ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്കും കോഫി ബ്രേക്കും ഒക്കെ എടുത്ത് രാത്രി 8:30 ആയപ്പോഴേക്കും ബെർലിനിലെത്തി. പാർക്ക് ഹോട്ടൽ മർസാനിലാണ് അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. മെയ് 10 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് റോസ്റ്റോക്കിൽ നിന്ന് ഫെറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയ് 10 രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ബെർലിനിൽ നിന്ന് റോസ്റ്റോക്കിലേക്ക് പോയി. 2.5 മണിക്കൂർ എടുത്തു റോസ്റ്റോക്കിലെത്താൻ. റോസ്റ്റോക്ക് പോർട്ടിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്ക് ഫെറി സ്റ്റാർട്ട് ചെയ്തു. രാത്രി 9 മണിയായപ്പോഴേക്കും സൗത്ത് സ്വീഡനിലെ ട്രെല്ലിബോറിയിൽ ഞങ്ങളെത്തി. ഈ ട്രിപ്പിൽ ഞങ്ങൾ മെയിനായിട്ട് ഓസ്ട്രിയ കാണാനായിരുന്നു ലക്ഷ്യം ചെയ്തിരുന്നത്. ബൈ റോഡ് ഒരുപാട് യാത്ര ചെയ്തെങ്കിലും കുട്ടികളും എല്ലാവരും കൂടി ഒരേ കാറിലായിരുന്നത് കൊണ്ട് എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. ഒട്ടും ടയറിങ് അല്ലായിരുന്നു ഈ യാത്ര. ഈ ട്രിപ്പിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്ത ഓരോ സ്ഥലത്തിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിലുണ്ട്. ഇതായിരുന്നു ഞങ്ങൾ സ്വീഡനിൽ നിന്ന് പോയ 7 days ജർമ്മനി ഓസ്ട്രിയ ട്രിപ്പ്.